ഹായ് ഫ്രണ്ട്സ്, കുട്ടികളെ പഠനത്തിൽ സഹായിക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു വർക്ക്ഷീറ്റ് തയ്യാറാക്കാനാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യമായിരിക്കും, എങ്കിലും നമുക്കൊരു സാമ്പിൾ ചെയ്ത് നോക്കാം. നമ്മളിന്ന് വിൻഡോസ് OSലാണ് ചെയ്യുന്നത്. ഉബുണ്ടുവിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ആദ്യം ഇതിൽ സെർച്ച് ബാറിൽ വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുക. വേർഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ വേർഡ് 2013 നമുക്ക് ഓപ്പൺ ആയി കിട്ടും. അത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. വേർഡ് 2013 വർക്ക് സ്പേസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതിൽ ബ്ലാങ്ക് വർക്ക് സ്പേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ഇതിലാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന സാമ്പിൾ. അതായത് നമ്പറിങ് എങ്ങനെ നമുക്ക് പരിചയപ്പെടാം എന്നുള്ളൊരു സാമ്പിളാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇത് ജസ്റ്റ് ഒരു വാല്യുവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്പറിങ് മാത്രമായിരിക്കണം എന്നില്ല, ബാക്കിയുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു സർക്കിളാണ് വേണ്ടത്. അതിൽ ഇൻസേർട്ട്, ഷേപ്സ്, സർക്കിൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ഈ പ്ലസ് സൈൻ വരുന്നത് സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ സർക്കിൾ ക്രിയേറ്റ് ആകും. അപ്പോൾ നമ്മുടെ ഒരു സർക്കിൾ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് നമുക്ക് നോക്കണം. അത് നോക്കുന്നത് ഇവിടെയാണ്. അതായത് ഹൈറ്റും വിഡ്ത്തും നമ്മൾ കറക്റ്റാക്കി കൊടുത്താൽ അതൊരു കറക്റ്റ് വൃത്തമാകും. അപ്പോൾ നമ്മളിപ്പോൾ 10 എന്ന് കൊടുത്തിരിക്കുകയാണ് രണ്ടും. ഇപ്പം നമുക്കൊരു സർക്കിൾ, നല്ലൊരു സർക്കിൾ ആക്കിയിട്ടുണ്ട്. സർക്കിളിൽ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ പല കളറുകളിൽ ഫില്ലിങ് ചെയ്യാൻ പറ്റും. അതിൽ ഔട്ട്ലൈൻ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ കളറുകൾ ഫില്ല് ചെയ്യുന്നത് ഈ ഓപ്ഷനുകളിൽ നിന്നാണ്. ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത് ഔട്ട്ലൈൻ്റെ ഷേപ്പ്, ഔട്ട്ലൈൻ്റെ കളറ്, അതാണ്. പിന്നെ ഷേപ്പ് ഫിൽ എന്ന് വെച്ചാൽ നമുക്ക് കളർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണിത്. ഇനി നമുക്ക് കുറച്ചും കൂടെ സർക്കിൾസ് ഇൻസേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ ജസ്റ്റ് സർക്കിൾ വരയ്ക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഹൈറ്റ് വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. സർക്കിൾ നമ്മൾ എപ്പോഴും ചെയ്താൽ ഒരേ ഷേപ്പിൽ കിട്ടണം എന്നില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ടത് സർക്കിളിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക. അതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിൻ്റെ കറക്റ്റ് പൊസിഷൻസിൽ സർക്കിളിനെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. അതിനനുസരിച്ച് നമ്മളിപ്പോൾ 8 എണ്ണമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 8 ചെറിയ സർക്കിൾസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 8 ചെറിയ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അതാത് പൊസിഷനുകളിൽ പ്ലേസ് ചെയ്യുക. അങ്ങനെ ഇപ്പോൾ നമ്മൾ സർക്കിൾസ് എല്ലാം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെയാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ നമ്പറിംഗ് സിസ്റ്റം ഞാനതിന് 505 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഇപ്പോൾ കുട്ടികൾക്ക് നമ്പറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം, ഈ വർക്ക്ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് നമ്പറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പണ്ട് 500 വരെയാണ് പഠിച്ചിരിക്കുന്നതെങ്കിൽ ആ നമ്പറിംഗ് ഇപ്പോഴും അവർ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ വർക്ക്ഷീറ്റിൻ്റെ ഒരു മോഡൽ സാമ്പിൾ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഇതുപോലെ പല നമ്പറിങ്ങുകളും അല്ലെങ്കിൽ ABCD ആണെങ്കിലും ആൽഫബറ്റ്സ് പഠിക്കാനാണെങ്കിലും കുറച്ച് ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഇട്ടിട്ട് അവർക്കത് പണ്ട് പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നുണ്ടോ എന്നൊന്ന് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പാരൻസിന് നമ്മുടെ കുട്ടികൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ എന്ന് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതിനുശേഷം ഫയൽ സേവ് ചെയ്യുക. പിന്നീട് ഫ്യൂച്ചറിൽ നമുക്കിത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സേവ് ചെയ്യുന്നത്. ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബേബീസ് ക്രാഫ്റ്റ് സെൻറ്റർ.